അപ്പം കലോത്സവ വേദിയിൽ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. അതിഥി ആരാന്ന് ഞാൻ പറയേണ്ടത്, നിങ്ങൾ എന്നെ കണ്ട് തീരുമാനിച്ചു. നമസ്കാരം. ഞാൻ അതിഥിയല്ല, ഞാനിവിടെ കിടന്ന് നടക്കുന്ന ആളാണ്. ഇവിടെ നടക്കുന്ന ആളല്ലേ? സ്ഥിരമാണ്, തൃശ്ശൂരാണ്. സ്ഥിരാംഗമാണ്. അതെ അതെ. കലോത്സവ വേദിയിലൊക്കെ പോകാറുണ്ട്. നാട്ടിലാകുമ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ തൃശ്ശൂർ പലപ്പോഴും വന്നിട്ടുണ്ടല്ലോ സംസ്ഥാന കലോത്സവം. അപ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ട് വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ സ്റ്റേജിലൊന്നും കയറിയിട്ടൊന്നുമില്ല. ചെറുപ്പത്തിൽ സ്റ്റേജിലൊന്നും കയറിയില്ല. അതില്ല. പിന്നെ എങ്ങനെ ഇത്രയും വലിയ അതാണ് അതൊരു ഭയങ്കര അത്ഭുതം. ഭയങ്കര അതായത് നമ്മളെപ്പോഴും പറയില്ലേ, നമ്മുടെ ഉള്ളിലോട്ടുള്ള നോട്ടം നിർത്തരുത്. അപ്പൊ നിങ്ങളിപ്പോ പത്രപ്രവർത്തകൻ ഒന്നാണ്, പക്ഷെ അതാവില്ല. നിങ്ങൾക്ക് വേറെ വല്ല കഴിവൊക്കെ ഉണ്ടാവും. അതെ അതെ. അത്തരമൊരു അന്വേഷണമാണ് എന്നെ ഒരു കലാകാരനാക്കിയത്. ഒരു 10-30 വയസ്സ് 35 വയസ്സ് നമ്മൾ ചെയ്യുന്ന ജോലിയായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഇതല്ല ചെയ്യേണ്ടത്, ഇത് വേറെ എന്തോ, ഐ എം സപ്പോസ് ടു ഡു സംതിങ് എൽസ് എന്നൊന്നും അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോൾ നമ്മളങ്ങനെ അന്വേഷണത്തിലാണ് അഭിനയം കണ്ടെത്തുന്നത്. ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു നോട്ടം വേണം എല്ലാവർക്കും. ഇപ്പോൾ ഞാനിപ്പോൾ അഭിനേതാവാലും ഇപ്പോഴും ഞാൻ ഉള്ളോട്ട് നോക്കിക്കൊണ്ടിരിക്കും, വേറെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാവർക്കും വേണ്ടതെന്ന് പറയും. അത് കൃത്യമായിട്ട് അത് വേണ്ട. പിന്നെ അത് എല്ലാവരും ഇപ്പം ഞാൻ ഉൾപ്പെടെ അത് പാടാണ് കേട്ടോ. നമ്മളൊരു സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പാടില്ല. നിൽക്കാൻ ഇഷ്ടപ്പെട്ട് അങ്ങനെ പാഷൻ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കണം. പക്ഷെ നമുക്കൊരു അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യണം. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട സാധനം. എനിക്ക് തോന്നുന്നു കലോത്സവം ഇപ്പൊ നേരത്തെ പറഞ്ഞ് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ മത്സരത്തിനൊന്നും ചേർന്നിട്ടില്ല, എങ്കിലും ഈ വേദികളിൽ പോകുന്നുണ്ടോ? ഇപ്പൊ തൃശ്ശൂരത്തി പല കലോത്സവ വേദിയിലും പോകാണ്ട്. ഇതൊക്കെ കാണാനും കേൾക്കാനും ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്തായിരിക്കും? എനിക്ക് പ്രസംഗം വലിയ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര അങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ അങ്ങനെ പോയിരുന്നു കാണാറുണ്ട്. പ്രസംഗം പിന്നെ നാടകം, പിന്നെ ഗ്രൂപ്പ് ഡാൻസ്, വലിയ കാഴ്ചകളുള്ളത്. പിന്നെ ഈ ചവിട്ട് നാടകം നമുക്ക് അങ്ങനെ കാണാൻ കിട്ടുന്നതല്ലല്ലോ. അതൊക്കെ ഞാൻ ഈ കലോത്സവ വേദിയിൽ തന്നെ ആദ്യം കാണുന്ന സംഭവങ്ങൾ. അങ്ങനത്തെ കാര്യം പൂരക്കളി അതൊന്നും ഇവിടെ അല്ലേ അങ്ങനെ ഫേമസ് അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് പരിചിതമാവുന്നത്. ഞാനിപ്പോൾ ആദ്യം പോയില്ലെങ്കിലും പിന്നെ ഒരു ഘട്ടത്തിലെ നമ്മുടെ ജീവിതമാർഗം നാടകമായിരുന്നു. അപ്പം കലോത്സവ വേദിയിൽ വന്നിരുന്നു. നാടകത്തിന്റെ പുറകിൽ ഒരുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറെ കാലം ഉണ്ടായിരുന്നു. ഈ ഒരിക്കൽ മാത്രമാണ് നാടകം പഠിപ്പിക്കാൻ പോയി. നാടകം പഠിപ്പിക്കാൻ സ്കൂളുകളിലൊക്കെ നാടകം ചെയ്യും നമ്മുടെ അങ്ങനെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ട് കുറെ കാലം. ഈ നാടകങ്ങൾ ഇപ്പൊ ഈ നാടകങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ ഞാൻ കലോത്സവ വേദിയിൽ ഇന്നലെയൊക്കെ പോയിരുന്നു. എന്താ പെർഫോമൻസ് എന്ന് പറയാം, നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. ആ കുട്ടികളുടെ എന്താണ് തെരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകളാണ്, ഇപ്പോഴത്തെ വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആ നാടകം എന്ന് പറയുമ്പോൾ അതിഗംഭീര നാടകങ്ങളാണ്. അത് അരമണിക്കൂറല്ലല്ലോ, കാച്ചി കുറുക്കിയൊക്കെയാണ്. അത് ഭയങ്കര ബഡ്ജറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും സങ്കടപ്രദം എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി കഴിഞ്ഞു. അത് ഇത്ര എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ ഒരു നാടകം പിന്നെ കളിയില്ല. ഇപ്പം ജില്ല കിട്ടിക്കഴിഞ്ഞാൽ സംസ്ഥാനം കളിക്കും, സംസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അത്. അപ്പോൾ നല്ല നാടകങ്ങളും നല്ല രചനകളും നല്ല പെർഫോമേഴ്സൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ വരും, മാർച്ചിൽ പരീക്ഷ വരും, അത് പോകും. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നില്ല. അതൊരു വലിയൊരു ഡ്രോബാക്കാണ്. ആ തുടർച്ച നമ്മൾ സമിതികളൊക്കെ രൂപീകരിച്ച് ഇവരെ കൊണ്ട് സ്റ്റേജ് ചെയ്യിപ്പിക്കണം, അതാണ് സത്യം. അതല്ല, അത് മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ ഒരു സാമൂഹ്യ അവസ്ഥയും കൂടി അതിനൊരു കാരണമാകുന്നു. കാരണം ഇത് തുടർച്ച ചെയ്തിട്ട് നാടകം ഒരു ജീവിതമാർഗം അങ്ങനെ ആക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ ഈവൻ ഡ്രാമ സ്കൂൾ പോലെ അവിടുന്ന് വരെ പഠിച്ചു വരുന്നവർക്ക് പോലും ഒരു സ്ഥിര ജോലി അങ്ങനെ ഇല്ല. കാരണം അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ അവരെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് നിയമിക്കാം. അത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ കലയ്ക്ക് അൺസർട്ടനിറ്റി ഇപ്പോഴും ഉണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ കാര്യം. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആ നാടകങ്ങളൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ എത്രത്തോളം പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര പ്രൊഫഷനാണ്, അത് ഭയങ്കര ഇൻകം കിട്ടുന്ന പ്രൊഫഷനാണ്, അതൊക്കെയാണ്. പക്ഷേ ഇവിടെ എപ്പോഴും ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ കലോത്സവത്തിൽ ഞാനൊക്കെ ഒത്തിരി റിപ്പോർട്ടിങ്ങിനുണ്ട് കലോത്സവം. അവിടെ നിന്ന് പ്രതിഭകളെ കണ്ടെടുത്ത് സിനിമയിലേക്ക് കൊണ്ടുവരുന്ന കാലഘട്ടം ഉണ്ടാകും, നല്ല കുട്ടികൾ. ഇപ്പം അത് അങ്ങനെ നടക്കുന്നില്ല എന്ന് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടില്ല. കുറേ നാളുകൾ പണ്ട് നമ്മൾ നാടകവേദിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രതിഭകളെ കണ്ട് ഡയറക്ടർമാർ വരുന്നു, അതിൽ ആ സിനിമയുടെ ടീം വന്ന് കണ്ടെത്തുന്നു. അത്തരം രീതിയൊന്നും ഇപ്പം തുടരുന്നില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇത്രയും വർഷം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പം അത് വേണമെന്നില്ല, വേറെ തരത്തിലൊക്കെ സിനിമയിലേക്ക് വരാമല്ലോ, എക്സ്പോഷർ കൂടുതലുണ്ടല്ലോ. പണ്ട് നമ്മളിവിടെ കാണുന്ന അവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസും അതിൽ കൂടെയൊക്കെ ആളുകൾ വന്ന് സിനിമയിൽ കയറുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എത്ര പ്രതിഭകളും ഇതൊക്കെയാണ് മാഞ്ഞു പോവാണ്. ഇവർ 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ എത്ര കലാപ്രതിഭകളെ നമ്മൾ കണ്ട്, എത്ര പേര് മെയിൻ സ്ട്രീമിൽ വന്നിട്ട് അല്ലെങ്കിൽ കലാരംഗത്ത് വന്നത് വളരെ കുറവാണ്. അത് പിന്നെ അവരുടെ ജീവിതം അങ്ങനെ പോവാണ്. അത് ഒരു സിനിമയും ജീവിതവും രണ്ട് തട്ടിലാണല്ലേ. ജീവിതം വേറെ രീതിക്ക് സിനിമ വേറെയുമാണ്. സിനിമയിൽ നിന്നും ജീവിതത്തിലേക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്ന ഒരു ആൾ എന്ന നിലയിൽ വീട്ടിലേക്ക് വന്നു വരുമ്പോൾ സിനിമാ കഥാപാത്രന്മാർ വീട്ടിലേക്ക് എത്തും, നമ്മൾ സാധാരണ മനുഷ്യരാവുന്നു. ആ ഒരു വ്യത്യാസം എങ്ങനെ അനുഭവിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അത് സിനിമാ കഥാപാത്രം കട്ടെന്ന് പറഞ്ഞ സിനിമാ കഥാപാത്രം കൊണ്ട് കിടക്കാൻ പറ്റും, അവിടെ തീർന്ന്. അല്ല, അങ്ങനെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ അടുത്തിറങ്ങിയ ഒരു തമിഴ് സിനിമയിലൊരു സൈക്കോ കില്ലറായിട്ടാണ് വന്നത്. അതുകൊണ്ട് വീട്ടിലേക്ക് വന്നാൽ എങ്ങനെ ശരിയാവും?
അതും നടക്കില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഇറക്കല്ല. അത് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് നമ്മൾ ആ സിനിമ കണ്ടു പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പൊ കഥാപാത്രം അങ്ങനെ ഇല്ല. പ്രത്യേകിച്ച് സിനിമയിൽ പലപ്പോഴും അതിൻ്റെ ഒരു തുടർച്ചയില്ലല്ലോ. സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ആദ്യം എടുക്കുക, പിന്നെ ഇടയ്ക്കുള്ള സീനുകൾ. നാടകത്തിൽ അങ്ങനെ പറ്റാറുണ്ട്. നാടകത്തിൽ നമ്മൾ ഈ റിഹേഴ്സലൊക്കെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട്, അതായത് നമ്മൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ റിഹേഴ്സൽ ചെയ്യുന്നു. പിന്നെ വീട്ടിൽ ചെന്നാൽ ഒരു ഗ്യാപ്പ് ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമതും നാടകത്തിൽ പോകുന്നു. നല്ല കണ്ടിന്യൂസ് റിഹേഴ്സലാണെങ്കിൽ ആ സമയത്തൊക്കെ കഥാപാത്രം ഒക്കെ നമ്മുടെ ഇതുണ്ടാവും. സിനിമയിൽ അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഇന്റർവെൽസ് ഉണ്ടാവും, കുറേ ഉണ്ടാവും. എനിക്കതിപ്പോൾ തമിഴ് സിനിമകളുടെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ അഭിമാനം കേട്ടോ താങ്കളെ സംബന്ധിച്ച്. തമിഴിൽ പോകും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടുന്ന് ഒത്തിരി പേര് തമിഴിലേക്ക് പോകണമെങ്കിൽ തുടർച്ചയായിട്ട് തമിഴിലേക്ക് പോകുന്ന ഒരാളുകളെ കുറവാണ്. പക്ഷേ ആ സൈക്കോ കില്ലർ എന്ന് പറഞ്ഞ കഥാപാത്രം താങ്കൾ വീണ്ടും വീണ്ടും തമിഴിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയൊക്കെ ജയിലർ 2 ആണ്. ആ ജയിലർ 2-ലൊക്കെ അഭിനയിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാവോ? ജയിലർ 2 എന്ന് പറഞ്ഞാൽ രജനീകാന്തിനെ പോലത്തെ ഒരു വ്യക്തിത്വം, അങ്ങനത്തെ ഒരാളെ നമുക്ക് നമ്മൾ ഒരുപാട് ആളുകളെയും കാണുക, ഒരുപാട് നടന്മാരെയൊക്കെ കണ്ടു വന്നതല്ലേ. പക്ഷെ അത്തരം ഒരു എന്താ പറയുക, ഭയങ്കര പ്യുവറായിട്ടുള്ളൊരു മനുഷ്യൻ, എത്ര കറകളഞ്ഞൊരു, എത്ര ആത്മാർത്ഥത്തോടു കൂടി ഈ ആളുകളൊക്കെ, വളരെ കൺസേൺ ആയിട്ടുള്ള ആളുകളൊക്കെ അത്ര ഒരു വലിയൊരു പൊസിഷനിലിരിക്കുന്ന ആണല്ലോ. പക്ഷെ അതിൻ്റെ യാതൊരു ലാഞ്ചനയില്ലാത്ത, അത് അദ്ദേഹം ഒരു സ്പിരിച്വൽ ആയിട്ട് ഇവോൾവ് ചെയ്യുക ആളെ നമുക്കുള്ള പ്രസൻസിൽ തന്നെ മനസ്സിലാവും. അങ്ങനത്തെ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്താണ് കാര്യം, എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈവൻ നമ്മളെ മാത്രമല്ല, ഞാൻ പുള്ളി സെറ്റിൽ വരുമ്പോൾ തന്നെ ലൈറ്റ് ബോയ്സ് അവരൊക്കെ ഷൈക്കൻ്റെ അവരോട് സംസാരിക്കും. ഇതൊക്കെ വലിയ ആദ്യം കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലുണ്ട്. ഇപ്പം എനിക്കൊക്കെ ഇപ്പം ഒരു നടനെ അല്ലെങ്കിൽ ഒരു മുതിർന്ന നടനെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യം കാണുമ്പോൾ ഫീലുണ്ട്. താങ്കളെപ്പോൾ ഇത്രയും വലിയ അഭിനയിക്കുന്ന ഒരാൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന രജനീകാന്തിനെ കാണുവാണ്. രജനീകാന്ത് കാണുമ്പോൾ ആദ്യം ഉണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? അല്ല, ഫീലല്ല, ഞാനിപ്പോൾ നമുക്ക് എല്ലാവരും വലിയ ആളുകൾ, നമുക്ക് ആ ഫീലുണ്ട്. ആ ഫീലല്ല, അതിന് പറയുമ്പോൾ ഇദ്ദേഹം സംസാരിച്ചു തുടങ്ങലും പെരുമാറി തുടങ്ങുമ്പോഴൊക്കെയാണ് നമുക്ക് സർപ്രൈസ് വരുന്നത്. മറ്റൊരു വ്യക്തിയല്ല അങ്ങനെ ഭയങ്കര ഒരു ഇതെന്നുള്ളൊരു വ്യക്തിയല്ല, കാണുന്നതിന് അങ്ങനെ സാധാരണ ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ അതാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് പഠിക്കാനുണ്ട്. അതെ, ഭയങ്കരമായിട്ട് നമുക്ക് തെളിയുമ്പോൾ നമ്മളും ഭയങ്കരമായിട്ട് നമ്മളെ എന്താ ലാളിത്യമൊക്കെ നമുക്ക് അങ്ങനെ വലിയൊരു. ഇത് കഴിഞ്ഞാൽ വേറെ ഇനിയും തമിഴ് സിനിമകൾ ഇല്ല, തമിഴ് സിനിമകൾ നടക്കുന്നു. ഇപ്പം ഞാനൊരു സിനിമ ചെയ്ത് മൈ ഡിയർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, അരുൾനിധി എന്ന് പറഞ്ഞ അവിടുത്തെ ലീഡിങ് ആയിട്ട് പുതിയൊരു യങ്സ്റ്റർ, മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ അനിയൻ്റെ മകനാണ് അരുൾ. കുറേ സിനിമകളുണ്ട് ആൾക്ക്, ഹിറ്റുകളുണ്ട്. എന്നാൽ ഈ പല നടന്മാരും നമുക്ക് ഇവിടെ അത്ര ഫെമിലിയർ അല്ല, ഇവരുടെ സിനിമകൾ ഇവിടെ വരുന്ന കുറവാണ്. അപ്പോൾ അരുൾനിധിയുടെ ഒരു സിനിമയാണ് മൈ ഡിയർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അത് മലയാളത്തിലും ഇറക്കുന്നുണ്ട്. അതിൽ അരുൾനിധിയും മമത മോഹൻദാസാണ് നമ്മുടെ അവർ രണ്ടാണ് ലീഡിങ്. അതിൽ വലിയൊരു കഥാപാത്രമുണ്ട്, ചിറ്റപ്പ എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറൊരു സിനിമ പിന്നെ ജയിലറാണ്. പിന്നെ ഒരു RPM എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ട് വെച്ച്. ഈ തമിഴിലേക്ക് ഇങ്ങനെ പോയി മലയാളത്തിൽ നിന്ന് പോയിട്ടൊന്നുമില്ല. നിങ്ങൾ തമിഴിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഇവിടെ തമിഴിലല്ല, നമുക്ക് എവിടെ പോകാനും തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് പോകണമെന്നൊക്കെ ഉണ്ട്. ഭാഷ നമ്മുടെ അങ്ങനെ ലിമിറ്റ് ചെയ്യാതെ അത്തരത്തിലുള്ള ഒരു നമ്മുടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടക്കുന്നു. അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ആളുകൾ ചിരിപ്പിക്കുകയായിരുന്നു അല്ലേ. ആ ചിരിപ്പിക്കൽ നിന്ന് മാറി തമിഴിലേക്കൊന്നും വേറെ റോളായി സൈക്കോ കില്ലർ ആവുന്നു. ആ കഥാപാത്രത്തിലേക്ക് ചേഞ്ച് വരുന്നു. ആ ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യൻ വേറൊരു സിനിമയിലേക്ക് പോകുമ്പോൾ അവരെ കരയിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു. ഒരേ കഥാപാത്രം കയ്യിൽ കിട്ടുമ്പോൾ അത് ഭദ്രമാക്കാനുള്ള കഴിവ് നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവില്ല. നമ്മുടെ കഥാപാത്രത്തിൽ തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ. താങ്കളെ സംബന്ധിച്ചും വലിയ തയ്യാറെടുപ്പ് ഉണ്ടാവും എനിക്കറിയാം. അതിലേക്ക് തന്നെ ചിന്തിച്ച് പോകുന്ന ഒരാളാണെന്നറിയാം. ഇത്തരം ഒരു സിനിമയിലേക്ക് വരുമ്പോൾ മനസ്സിൽ തോന്നില്ല തമിഴ് സിനിമ ഇത് എന്നെ ഏൽപ്പിക്കുകയാണല്ലോ, അവർ എന്നെ വിശ്വസിച്ചാണ് ഏൽപ്പിക്കുന്നത്. അതിനൊരു തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കും? ഈ സിനിമയുടെ കാര്യം പറയാച്ചാൽ അതിന് തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നാമത് എനിക്ക് ഏൽപ്പിച്ചപ്പോൾ അത്ഭുതം തോന്നി. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കണ്ടിട്ട് എന്നെ വിളിച്ചത് ചോദിച്ചു. അപ്പോൾ അയാളെൻ്റെ സിനിമയൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ വിഘ്നേഷ് രാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹം ഈ സിനിമയിലേക്ക് വേണ്ടി ഇങ്ങനെ നടന്മാരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ ഗൂഗിൾ ഇമേജസ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ മുഖം കണ്ട്, ഇവിടെ നിങ്ങളുടെ മുഖമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അത് ഒരു സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു സിനിമയാണ്. അതും കുറച്ചൊരു ഇതായിട്ടുള്ള സിനിമ. ആ മുഖം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാൾ എന്നെ ഫോൺ ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ അവർക്ക് അറിയാമല്ലോ ഇയാൾ നമ്മുടെ ഒരു വേവ് ലെങ്ത് അറിയാം. അപ്പം പിന്നെ കുറേ പ്രാവശ്യം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു. അപ്പം നമുക്കെപ്പോഴും റോൾ മോഡലുണ്ട്. ഇപ്പോൾ ഒരു പത്രപ്രവർത്തകനാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങളെ എനിക്ക് റോൾ മോഡലാക്കാം. അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ.
കോളേജ് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റും കോളേജ് മറ്റേ പ്രിൻസിപ്പാളൊക്കെ നമ്മുടെ അവർ അങ്ങനത്തെ കഥാപാത്രം നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ഒരു സൈക്കോ കില്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനത്തെ അനുഭവങ്ങൾ ഒത്തിരിയാണ്. ഈ അനുഭവങ്ങൾ പാഠമാകുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നമുക്ക് ഒത്തിരി സന്തോഷം ഈ വേദിയിൽ വെച്ച് ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞതിൽ നമുക്ക് സിനിമയുടെ ഇത്തരമൊരു പ്രവർത്തിക്കാൻ മനുഷ്യന്മാർ ഓർഗാനിക് അല്ല സ്റ്റേജ്. അതെ 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 നേരിട്ട് സംബന്ധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.